ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മുടെ റാണി സാൾട്ട് ആൻഡ് പെപ്പറിൻ്റെ നല്ലൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ലണ്ടനിൽ നിന്നും ഇറ്റലിയിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ കാഴ്ചകളിലേക്ക് കിടക്കാം. നോക്കിക്കോ, നമ്മളിതേണ്ട് ലണ്ടൻ ഹീത്രോ എയർപോർട്ടല്ലേ ഇത് കേട്ടോ. സിറ്റി എയർപോർട്ടിൽ നിന്നും നമ്മൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ സാധാരണ ഓട്ടോയ്ക്കൊക്കെ പോകാൻ വേണ്ടി അല്ലെ ബസ് കയറാൻ നിൽക്കുന്ന പോലെ ഫ്ലൈറ്റിൻ്റെ താഴെ വന്ന് നിൽക്കുകയാണ്. അവരെല്ലാം ഒന്ന് റെഡി ആക്കിയിട്ട് നമ്മളെ കയറ്റാൻ വേണ്ടി. അപ്പം പുറകെ ക്യൂ ഉണ്ട് കേട്ടോ. ഒത്തിരി ആളുകളൊന്നുമില്ല, ചെറിയ ഫ്ലൈറ്റാണ്. എന്തായാലും ഒരു സുന്ദരമായ ആകാശവും നല്ലൊരു വെതറും, നമ്മുടെ ഹോളിഡേ കംപ്ലീറ്റ് നല്ല വെതർ തന്നെയായിരുന്നു കേട്ടോ. സിറ്റി എയർപോർട്ട് ഒരു ചെറിയ എയർപോർട്ടാണ്, പക്ഷെ അവിടുത്തെ വ്യൂസ് വളരെ ബ്യൂട്ടിഫുൾ ആണ്. തേംസ് നദിയുടെ തീരത്ത് അവിടെ ആളുകളൊക്കെ ഇങ്ങനെ വള്ളം തുഴഞ്ഞു പോകുന്ന കാഴ്ച നമുക്ക് അവിടെ ഇരുന്ന് കാണാൻ പറ്റും. ഏതാണെങ്കിലും നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി നമ്മുടെ റൺവേയിലേക്ക് കയറാൻ പോവാണ്. നല്ല സൂപ്പർ ക്ലൈമറ്റ് ആയിരുന്നു അല്ലേ റാണി? അതെ അതെ അതെ, നല്ല വെതറായിരുന്നു. അതുകൊണ്ട് നല്ല കാഴ്ചകൾ നമുക്ക് ഒപ്പിയെടുക്കാൻ വേണ്ടി സാധിച്ചു. ഏതാണെങ്കിലും റൺവേയിലേക്ക് ഫ്ലൈറ്റ് കയറുകയാണ്. ഞാൻ വിചാരിച്ചു നമുക്ക് റൺവേയുടെ അങ്ങേയറ്റം ഇവിടെ നോക്കി ശരിക്കും പറഞ്ഞാൽ കാണാൻ പറ്റും. ഇതെങ്ങനെ ഇത് ഓടി ഇവൻ പൊങ്ങുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവനൊരു പുലിക്കുട്ടിയായിരുന്നു. ഇവൻ റൺവേയിലേക്ക് കയറി ഭയങ്കര പെട്ടെന്നാണ് ഇവൻ ഹൈറ്റ് എടുത്തത്. റോക്കറ്റ് പോകുന്ന പോലെ. അതെ അതെ, റോക്കറ്റ് പോകുന്ന കുത്തനെ അവര് ഹൈറ്റ് എടുത്ത് പോകുമായിരുന്നു. അത് വളരെ ശരിക്കും ഞാനത് എൻജോയ് ചെയ്തു. സുരേഷിനല്ലേലും ഫ്ലൈറ്റിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കേസ് തന്നെ. എനിക്ക് അത്ര ഒരു സുഖമുള്ള കേസൊന്നുമല്ല ഫ്ലൈറ്റിൽ പോകുന്നത്. പക്ഷേ ഇത് ഞാൻ എൻജോയ് ചെയ്തു. കാരണം നടുക്കത്തെ സീറ്റായിരുന്നല്ലോ, പുറത്തോട്ടൊന്നും നോക്കേണ്ടി വന്നില്ല. ഇല്ല, ഞാൻ വിൻഡോ സീറ്റിലായിരുന്നു. ഞാൻ പുറത്തെ കാഴ്ചകൾ മുഴുവൻ ഞാൻ കണ്ടു. ഇവൻ്റെ ആ യാത്ര ശരിക്കും ഞാൻ ആസ്വദിച്ചു. കാരണം നമ്മൾ വലിയ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമുക്കിതൊന്നും അങ്ങനെ അറിയാൻ പറ്റത്തില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഹൈറ്റ് എടുക്കുന്നതും അത് അവർ സ്ലോലി ആയിരിക്കും ഹൈറ്റ് എടുക്കുന്നത്. പക്ഷേ ഇവൻ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു. എന്തായാലും കണ്ടു നോക്കിക്കോ നിങ്ങൾ. ഒരുപാട് കാഴ്ചകൾ ഇതിലേക്ക് സുരേഷ് ഒപ്പിയെടുത്തിട്ടുണ്ട്. ഫ്ലൈറ്റ് പൊങ്ങി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ലണ്ടനോട് ബൈ പറഞ്ഞിട്ട് നമ്മൾ ഇറ്റലിയിലേക്ക് യാത്രയാകുകയാണ്. ലണ്ടൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ട്, മനോഹരമാണ് ലണ്ടൻ സിറ്റിയുടെ കാഴ്ചകൾ. നല്ല വെതറായിരുന്നുകൊണ്ട് നമുക്ക് ശരിക്കും അത് ക്യാമറയിൽ പകർത്താനും സാധിച്ചു. പക്ഷെ ഫ്രണ്ടിൽ നിന്ന് വെയിൽ വരുന്നതുകൊണ്ടാണ് കുറച്ച് ഡാർക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ. തേംസ് നദി ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ, തേംസ് നദി. അങ്ങനെ മേഘങ്ങളെ കീറിമുറിച്ചുകൊണ്ട് നമ്മുടെ ഫ്ലൈറ്റ് ഉയരം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതാനും മിനിറ്റുകൾക്കകം തന്നെ നമ്മൾ UK യോട് യാത്ര പറയും. പിന്നീട് ഇംഗ്ലീഷ് ചാനൽ ക്രോസ് ചെയ്ത് നേരെ ഫ്രാൻസിലേക്ക് കടക്കും. പിന്നെ സ്വിറ്റ്സർലൻഡും കഴിഞ്ഞാൽ ഇറ്റലിയാണ്. ഏകദേശം ഒരു 2.5 മണിക്കൂറുള്ള ഒരു ചെറിയ യാത്രയായിരുന്നു ഇത്. അങ്ങനെ ഏകദേശം 2.5 മണിക്കൂർ നീളുന്ന നമ്മുടെ യാത്ര അവസാനിക്കാൻ സമയമായി. ഫ്ലൈറ്റ് ലാൻഡിങ്ങിനുള്ള തയ്യാറെടുപ്പിലാണ്. താഴെയുള്ള പ്രദേശങ്ങൾ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും ചരിത്രപ്രസിദ്ധ നഗരങ്ങളിലൊന്നായ റോം കാണാനുള്ള ത്രില്ലിലാണ് നമ്മളിപ്പോൾ. യൂറോപ്പിൻ്റെ ചരിത്രം നിർമ്മിച്ച ആ നാട്ടിലേക്കുള്ള യാത്ര. ഒരിക്കൽ റോമാ സാമ്രാജ്യത്തിൻ്റെ ഹൃദയ കേന്ദ്രമായിരുന്ന ആ നഗരം യൂറോപ്യൻ സംസ്കാരത്തെയും അതിൻ്റെ ശില്പകലകളെയും നിയമങ്ങളെയും മതങ്ങളെയും രൂപപ്പെടുത്തിയ നാട്. ലോകം മുഴുവൻ നിറഞ്ഞ ചരിത്രങ്ങൾ എഴുതിയ ചക്രവർത്തിമാരുടെ നാട്. ലോകമെമ്പാടുമുള്ള കത്തോലിക്ക വിശ്വാസികളുടെ ആത്മീയ നേതാവായ പോപ്പിൻ്റെ സ്വന്തം നാട്. ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് ജീവൻ്റെ കിരീടത്തിനായി ജീവിതം നൽകിയ അനേകം വിശുദ്ധന്മാരുടെ നാട്. സ്വന്തം രക്തം ചിന്തി മരണത്തോടൊപ്പം നൃത്തം ചവിട്ടിയ ഗ്ലാഡിയേറ്റേഴ്സിൻ്റെ നാട് റോം. അതൊരു നഗരം മാത്രമല്ല, അത് ജീവിക്കുന്ന ഒരു മ്യൂസിയമാണ്. റോമിൻ്റെ ഓരോ കല്ലിനും ഓരോ കഥ പറയാനുണ്ടാകും. കലകളുടെയും രുചികരമായ ഭക്ഷണങ്ങളുടെയും അത്ഭുതകരമായ ചരിത്ര സ്മാരകങ്ങളുടെയും സ്വന്തം നാടായ ഇറ്റലിയുടെ തലസ്ഥാനമായ റോം. യുനെസ്കോയുടെ ഏകദേശം 50-ലധികം വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ ഉള്ള നാടാണ് ഇറ്റലി. ലോകാത്ഭുതങ്ങളിലൊന്നായ കൊളോസിയവും ലീനിങ് ടവർ പിസയും ഒക്കെ നമ്മൾ ഈ യാത്രയിൽ കാണും. അങ്ങനെ വായിച്ചറിഞ്ഞ കേട്ടറിഞ്ഞ കഥകളൊക്കെ നേരിൽ കാണുവാനായി, അതിൻ്റെ നേരറിയുവാനായി നമ്മളിതാ റോമിൻ്റെ മണ്ണിലേക്ക് കാലുകുത്താൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കി. അങ്ങനെ അവസാനം നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. അധിക സമയമൊന്നും എടുത്തില്ല, 2.5 മണിക്കൂർ അത്ര സമയം കൊണ്ട് തന്നെ നമ്മൾ ഇറ്റലിയിൽ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. നല്ല ജേർണി ആയിരുന്നു, വളരെ സ്മൂത്ത് ലാൻഡിങ് ആയിരുന്നു, എല്ലാം കൊണ്ടും സൂപ്പറായിരുന്നു. ഇങ്ങനെ പുറത്തോട്ട് നോക്കുമ്പോഴേക്കും മുഴുവൻ ഇങ്ങനെ എന്താ പറയുന്നത്, ഒരുപാട് ട്രീസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഗൾഫിൽ ഇറങ്ങുന്നതിലും കുറച്ചുകൂടെ അല്ലേ ഗ്രീനറി പോലെ നമുക്ക് കാണാൻ പറ്റി. അല്ലാതെ പ്രത്യേകിച്ചൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇറങ്ങിയ സമയത്ത് ചെറിയ ചെറിയ ഫ്ലൈറ്റുകൾ ഇതുപോലെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. വലിയ ഫ്ലൈറ്റുകളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും
വളരെയധികം സന്തോഷം. കളർഫുൾ ആയിട്ടുള്ള ഫ്ലൈറ്റ്സ് ആയിരുന്നു കണ്ടിരുന്നത്. ഇതാ നമ്മൾ അവിടെ നിന്ന് ഇനിയിപ്പോൾ ടാക്സിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല, ഇവരുടെ ഡ്രൈവിംഗ് ഭയങ്കര ഹാർഷ് ഡ്രൈവിംഗ് ആണ്. ചില സമയത്ത് ഇവരുടെ ഡ്രൈവിംഗ് കണ്ടപ്പോൾ എനിക്ക് തോന്നി, ദൈവമേ നമ്മുടെ ഇന്ത്യയിലെ ഡ്രൈവിംഗ് ആണല്ലോ ഇതിലും ബെറ്റർ എന്ന്. കാരണം അതുപോലുള്ള ഡ്രൈവിംഗ് വരെ കണ്ടു. ചില സിറ്റുവേഷൻസിൽ പേടിച്ച് ഇരുന്ന അവസരമുണ്ട്. ഞാനാണെങ്കിൽ ഒരു പോയിന്റിൽ ഞാൻ ടാക്സിയിലോട്ട് കയറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുള്ളിക്കാരൻ വണ്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. അത്രയ്ക്കും റഷിൽ അവർ നിൽക്കുന്നത്. കുറേ കാര്യങ്ങളുണ്ട് പറഞ്ഞു വരാം. നമ്മളിപ്പോൾ ആകെ ഒരു 4 ഡേയ്സിലേക്കാണ് അവിടെ സ്റ്റേ ചെയ്തത്. എന്നാലും പക്ഷേ മൊത്തത്തിൽ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമ്മൾ എന്തായാലും അവസാനം നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഒരു 4 ബെഡ്റൂമിൻ്റെ അപ്പാർട്ട്മെൻറ്റാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഹോം ടൂർ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. എന്തായാലും ഈ അപ്പാർട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഈ ലേഡിയാണ് ഇവിടെ വന്നിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നത്. വേറൊരു നാട്ടിലെ ഓരോ കാര്യങ്ങളെപ്പറ്റിയും നന്നായിട്ട് പറഞ്ഞു തന്നു. പുള്ളിക്കാരി ഇറ്റാലിയനിൽ പറയുന്നത് നമ്മൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ടാണ് എല്ലാം മനസ്സിലാക്കിയത് കേട്ടോ. വിശന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. നേരെ നമ്മൾ കഴിക്കാൻ പോയത് ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. ദൈവമേ, റെസ്റ്റോറൻറ്റ് തപ്പി ഒരു വഴിയായി. പിന്നെ നോക്കിയപ്പോൾ ആ ഏരിയ മുഴുവൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു. നമ്മൾ ബർഗറാണ് ഓർഡർ ചെയ്തത്. എല്ലാം ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഏകദേശം പറ്റുന്നതെന്ന് തോന്നിയാണ് വാങ്ങിയത്. ചെല്ലുമ്പോഴേ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അറിയാവുന്ന ഒരു ഐറ്റം വാങ്ങിച്ചു. പക്ഷേ സൂപ്പറായിരുന്നു. എല്ലാം ഫ്രഷായിട്ട് ഉണ്ടാക്കിയ ഐറ്റംസ് ആണ്. എന്ന് വെച്ചാൽ ബർഗർ ആണെങ്കിൽ പോലും അതിനകത്ത് മീറ്റ് ആണെങ്കിൽ പോലും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീറ്റ് ഉപയോഗിച്ച് ചെയ്തേക്കുന്നു. അതുപോലെ തന്നെ ചിപ്സ് ആണെങ്കിലും നമ്മൾ ഈ ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും അല്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള ചിപ്സ് തന്നെ എടുത്ത് വറുത്തായിരുന്നു. കുറച്ച് സമയം എടുത്തത് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ എല്ലാം കൊണ്ടും നല്ലായിരുന്നു കേട്ടോ. രാവിലെ തൊട്ട് ഒന്നും കഴിച്ചില്ലായിരുന്നു. ഫ്ലൈറ്റിൽ ഒന്നും കിട്ടിയില്ല. ഫ്ലൈറ്റിൽ ആകെ കിട്ടിയത് നമുക്ക് ചെറിയൊരു ചോക്ലേറ്റും ഒരു ജ്യൂസും മാത്രമാണ് കിട്ടിയത്. വളരെ പരിതാപകരമായിരുന്നു. ഏതാണെങ്കിലും നമ്മുടെ ഭക്ഷണത്തിന് ശേഷം അവർ നമുക്ക് സ്പെഷ്യലായിട്ടൊരു സ്വീറ്റ്സും തന്നു. നല്ലതായിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ പോയത് വത്തിക്കാൻ മ്യൂസിയം കാണാനാണ്. ഈ കാണുന്ന മതിലിൻ്റെ അപ്പുറം കാണുന്നതാണ് വത്തിക്കാൻ. അവിടുത്തെ മരങ്ങൾ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ മരങ്ങളാണ്. നമ്മൾ അംബ്രല്ല ടൈപ്പ് കൊട്ട പോലെ നിൽക്കുന്ന പൈൻ മരങ്ങൾ സൂപ്പറായിരുന്നു. നമ്മൾ ഈ വത്തിക്കാൻ്റെ മ്യൂസിയത്തിനകത്തേക്ക് കയറുകയാണ്. അവിടെ അന്യായ ക്യൂ ആണ്. നമ്മൾ ഏതാണെങ്കിലും ക്യൂ സ്കിപ്പ് ചെയ്യാനുള്ള പാസ് ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് നേരെ അകത്തോട്ട് കയറാൻ പറ്റി. അസാമാന്യമായ കാഴ്ചകളാണ് അതിൻ്റെ അകത്തുള്ളത്. കെട്ടിടങ്ങൾ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മഹത്തായ റോമൻ പാരമ്പര്യം വിളിച്ചോതുന്ന കെട്ടിടങ്ങൾ അടിപൊളിയായിരുന്നു. എൻ്റെ ദൈവമേ, എനിക്ക് സാഹസികമായിട്ട് പറയാൻ അറിയില്ല കുഞ്ഞുങ്ങളെ. എന്നാ പറഞ്ഞാലും ഉണ്ടല്ലോ, വാക്കുകളില്ല. ഒന്ന് പോകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾ നോക്കിയൊക്കെ കെട്ടിടങ്ങൾ, എന്നാ സ്ട്രോങ് ബിൽഡിങ്സ് ആയിരുന്നെന്നറിയാമോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ കാണുന്നതാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തെ കാഴ്ചകൾ തന്നെ കാണാം. ഇവിടുത്തെ ശില്പങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. ശരിക്കും ജീവനുള്ളതാണെന്ന് നമുക്ക് തോന്നും. ഗ്രീക്ക് റോമൻ ശില്പകല, അതിൻ്റെ മഹത്വം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണെങ്കിൽ ശില്പങ്ങൾ എന്തോരോന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അതിൽ ഉപരി എന്നാ പെയിന്റിങ്സാ സുരേഷ്, ഒരു രക്ഷയില്ല. പറഞ്ഞറിയിക്കാൻ വയ്യ. അത് പോയി കാണണം. ഒരിക്കലെങ്കിലും കണ്ടാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ഇവിടുത്തെ ആർക്കിടെക്ചർ അല്ലേ, പെയിന്റിങ്സിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നില്ല ഇത് ഇതൊക്കെ പ്രിന്റ് അടിച്ച് വെച്ചേക്കുന്നത്. പ്രിന്റ് എടുത്താൽ പെയിന്റ് കൈകൊണ്ട് വരച്ചതാണെന്ന് നമുക്ക് തോന്നുകയില്ല. മാസങ്ങൾ എടുത്തായിരിക്കും ഓരോ പിക്ചറും കംപ്ലീറ്റ് ചെയ്തത്. മാസങ്ങളല്ല, മൈക്കലാഞ്ചലോയും ഒക്കെ വർഷങ്ങൾ എടുത്താണ് ചെയ്തത്. എന്ത് രസമാണ്. അവിടെ ഒരു മമ്മിയെ കാണാൻ പറ്റി. ഒരു മമ്മിയല്ല, പല മമ്മിയുണ്ട്. പിന്നെ ഇതിന്റെ ഈ ഓരോ ചിത്രത്തിന്റെയും ഓരോ ശില്പത്തിന്റെയും മുമ്പിൽ അതിന്റെ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കത് വായിക്കാനുള്ള സമയം കിട്ടത്തില്ല. ഈ കാണുന്നത് പോലെയല്ല, നല്ല തിരക്കാണ്. കണ്ടു തീർക്കാൻ പറ്റാത്ത പോലുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും കഥ കേട്ട് മനസ്സിലാക്കി പോകാൻ പറ്റത്തില്ല. അതിന് ഗൈഡഡ് ടൂർസ് വേണമെങ്കിൽ നമുക്ക് അവിടെ കിട്ടും. പക്ഷെ നമുക്കതിന് സമയമില്ലായിരുന്നതുകൊണ്ട് നമ്മൾ എടുത്തില്ല. നമ്മൾ തന്നെയാണ് ഈ കാഴ്ചകളെല്ലാം കണ്ടുപോയത്. ഈ കാണുന്ന എല്ലാ പിക്ചേഴ്സും കേട്ടോ, എല്ലാം വരച്ചതാണ്. പെയിന്റിങ്സ് എല്ലാം വരച്ചതാണ്. മഹാനായ ചിത്രകാരൻ റാഫേലിന്റെ പെയിന്റിങ് എവിടെയുണ്ട്, റാഫേലിന്റെ റൂംസ് എവിടെയുണ്ട്. അവിടെ റാഫേൽ വരച്ച ചിത്രങ്ങളുടെ ഒരു മഹത്തായ ശേഖരം നമുക്കവിടെ കാണാൻ പറ്റും. മൈക്കലാഞ്ചലോയുടെ സൃഷ്ടി സിസ്റ്റീൻ ചാപ്പലിലുണ്ട്. പല സ്ഥലങ്ങളിലും അസാമാന്യമായ ചിത്രകാരന്മാരുടെ കരവിരുതുകൾ നമുക്ക് ദർശിക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ കാണുന്ന ഓരോ ചിത്രങ്ങൾക്കും ഓരോ സ്റ്റാച്ചുവിനും ഒരുപാട് കഥകൾ പറയാനുണ്ടാവും കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് പാത്രങ്ങളും ചട്ടുകളും കുടങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതൊക്കെയല്ലേ എനിക്ക് കൂടുതൽ വർണ്ണിക്കാൻ പറ്റുകയുള്ളൂ. ഇതൊക്കെ കാണുമ്പോൾ വെറും മൺകുടമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും. ഇത് ബിഫോർ ക്രൈസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്ന സാധനങ്ങളാണ് കേട്ടോ. 320 BC ഉള്ളതും
ഒത്തിരി അങ്ങനത്തെ ഐറ്റംസ് നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കതിനെ വിശ്വസിക്കാൻ പറ്റുന്നു. ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ, ഒരു 2000 അല്ലല്ലോ ദൈവമേ, 2500 വർഷങ്ങൾക്ക് മുന്നേ, അതിലും കൂടുതലും വർഷം പഴക്കമുള്ള ഐറ്റംസ് ഒക്കെ അന്ന് ഈ ഡിസൈൻ ഉണ്ടായിരുന്നല്ലോ എന്ന് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്നു. ഇന്ന് ഇത്രമാത്രം അഡ്വാൻസ്ഡ് ആണ്, എന്തും നമുക്ക് വാങ്ങാൻ കിട്ടും. അന്നൊന്നും ഒന്നുമില്ല, പച്ചിലകൾ കൊണ്ടും അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്തത്, അല്ലെ എന്തെങ്കിലുമൊക്കെ കല്ലുകൾ കൊണ്ട് ഉരച്ചൊക്കെ ആയിരിക്കും ഡിസൈൻസ് ഒക്കെ ഉണ്ടാക്കിയത്. വിശ്വസിക്കാൻ പറ്റത്തില്ല. ഈവൻ ഈ കാണുന്ന ഓരോ വർക്കുകളും ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, എന്തു കഷ്ടപ്പെട്ടായിരിക്കും ഇവരിതെല്ലാം ഉണ്ടാക്കുന്നത്. നമ്മൾ എങ്ങോട്ട് നോക്കിയാലും കാഴ്ചകളാണ്, മേലോട്ട് നോക്കിയാലും സൈഡിലോട്ട് നോക്കിയാലും താഴെയാണെങ്കിലും എല്ലാം അവരുടെ കര ശില്പകലയുടെ വൈവിധ്യങ്ങൾ, പെയിന്റിങ്സ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും കണ്ട് ഞാൻ വായും പൊളിച്ച് ഇങ്ങനെ നോക്കി നടക്കുമ്പം എനിക്കൊരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ നിങ്ങളോട് പറ്റത്തില്ല. ഞാൻ ജനിച്ചു വളർന്ന ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടിയും അഭിമാനത്തോടുകൂടിയാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ ചമ്പക്കുളം ബസിലിക്ക പള്ളി നിങ്ങൾക്കറിയാമോ? നമ്മൾ ഈ ലോകം മുഴുവൻ ഫ്ലൈറ്റ് കയറി കാണാൻ പോകാറുണ്ട്. പക്ഷേ എന്തോരം വിദേശികളാണ് ഞങ്ങളുടെ ചമ്പക്കുളം ബസിലിക്ക പള്ളി വരുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്നറിയാമോ? AD 427 ആ പള്ളി നിർമ്മിച്ചത്. ഇതിൻ്റെ ഏകദേശം ഒരു ചെറിയൊരു മിനിയേച്ചർ എന്ന് ഞാൻ വേണമെങ്കിൽ പറയും. അതിനകത്തെ കൊത്തുപണികൾ വളരെ ചെറിയ മിനിയേച്ചറാണ് ഞാൻ പറയുന്നത്. അത്രയ്ക്കും പഴക്കമുള്ള പള്ളിയാണ്. ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ പള്ളി വിസിറ്റ് ചെയ്യണം. അതിന് ഒരുപാട് കഥകൾ നിങ്ങളോട് പറയാനുണ്ടാവും. അതുമാത്രമല്ല കേട്ടോ, ഈ മ്യൂസിയം ഞാൻ കണ്ടിങ്ങനെ നടക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഈ മ്യൂസിയത്തിനേലും നമ്മുടെ വത്തിക്കാൻ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലും ഒക്കെ 1000 വർഷം കൂടുതൽ പഴക്കമുണ്ട് നമ്മുടെ കുട്ടനാടിൻ്റെ സ്വന്തം ചമ്പക്കുളം പള്ളിക്ക് കേട്ടോ, ചമ്പക്കുളം ബസിലിക്ക പള്ളിക്ക്. ഇതുവരെ അറിയാത്തവർ അറിഞ്ഞോളൂ, അഭിമാനിക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. ഇത് കണ്ടിട്ട് റോമൻ ആളുകളെയൊക്കെ അടക്കിയിരുന്ന, നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ ശവപ്പെട്ടി. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനിയൊരു കാര്യം കാണിച്ചു തരാം. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് നമ്മുടെ നീറോ ചക്രവർത്തിയുടെ ബാത്ടബ്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അറിയാലോ നമ്മുടെ നീറോ ചക്രവർത്തിനെ, പുള്ളിക്കാരൻ കുളിച്ച ടബ്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അത് ഇപ്പോഴും ഉണ്ടെന്ന്? അങ്ങനെ ഞങ്ങളുടെ ടീം എല്ലാം കൂടെയാണ് ഞങ്ങൾ പോയത് കേട്ടോ. ഞങ്ങൾ 3 ഫാമിലിയാണ് പോയത്. ഇതേണ്ട് നമ്മുടെ കൂട്ടുകാരെല്ലാവരും നടന്നു വരുന്നു. കുഞ്ഞുങ്ങളൊക്കെ പിന്നെ വലുതായി പോയതുകൊണ്ട് വലിയ പ്രശ്നമില്ല, അവരെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഇതുപോലുള്ള ഓരോ ഇടനാഴികളിൽ കൂടെയാണ് കടന്നു പോകുന്നത് കേട്ടോ. ഇടനാഴി എന്നൊന്നും പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല, അതിൽ വലിപ്പമുള്ള ഹാളുകൾ പോലെയാണ് നമുക്ക് തോന്നുന്നത്. എല്ലായിടത്തും ഇതുപോലെ കൊത്തുപണികളും ഒന്നും എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങളോട്. ഇതിന് ഓരോ ചിത്രത്തിനും ഒരുപാട് കഥകളുണ്ട്, എല്ലാത്തിൻ്റെയും താഴെ ഡീറ്റെയിൽസ് ഉണ്ട്. ഓരോന്നും വായിച്ചു പോകാൻ നമുക്ക് സമയം കിട്ടത്തില്ല, കാരണം ഒരു ദിവസം ഒന്നും പോരാ. പിന്നെ ഓരോരുത്തരെയൊക്കെ അടക്കിയതാണെന്ന് തോന്നുന്നു, അതുമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിനകത്ത് കേട്ടോ. ഞങ്ങളിപ്പം സിസ്റ്റീൻ ചാപ്പലിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അതിനോട് അടുക്കും തോറും കൂടുതൽ സ്ട്രിക്റ്റ് ആക്കിയാണ് വരുന്നത്. എന്തായാലും ഒരുപാട് സെക്യൂരിറ്റിയാണ്, നമുക്ക് എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. വേണമല്ലോ, പറയേണ്ട കാര്യമില്ലല്ലോ. ഒരുപാട് ആളുകളും ഉണ്ട് കേട്ടോ. നമ്മളീ പോകുന്ന സമയം എന്ന് വെച്ചാൽ ഏകദേശം ഇത് വിസിറ്റിംഗ് ടൈം ക്ലോസ് ചെയ്യുന്ന ഒരു സമയത്തോട് അടുത്ത് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര ആൾ കുറവ്. പക്ഷെ എന്നാലും ചില സ്ഥലങ്ങളിൽ ഭയങ്കര ആളുകളാണ്. അപ്പോൾ സിസ്റ്റീൻ ചാപ്പലിലേക്കുള്ള ഈ യാത്ര സുന്ദരമായിരുന്നു കേട്ടോ. 2 സൈഡിലും ചിത്രകലകൾ, മേഖലയിൽ ചിത്രകലകൾ, ശില്പങ്ങൾ എല്ലാം ലൈറ്റിങ്ങോടെ കൂടി വരുമ്പോഴത്തേക്കും സൂപ്പർ ഒരു കാഴ്ചയായിരുന്നു അത്. സിസ്റ്റീൻ ചാപ്പലിന് ചരിത്രപരമായ ധാരാളം പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് സിസ്റ്റീൻ ചാപ്പൽ. 15-ാം നൂറ്റാണ്ടിലാണ് ഇത് പണി കഴിപ്പിക്കുന്നത്. അതിനേക്കാളും ഏറ്റവും ഉപരിയായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പോപ്പുമാരെ തിരഞ്ഞെടുക്കുന്നത് ഈ സിസ്റ്റീൻ ചാപ്പലിലാണ്. നമ്മുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പോപ്പ് ലിയോ 14 തിരഞ്ഞെടുത്തതും ഈ സിസ്റ്റീൻ ചാപ്പലിലാണ്. ഇവിടെയാണ് കർദിനാളന്മാർ കൂടി നറുക്കെടുപ്പിലൂടെ പോപ്പിനെ തിരഞ്ഞെടുക്കുന്നത്. സിസ്റ്റീൻ ചാപ്പലിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ വർക്കുകളാണ്. മൈക്കലാഞ്ചലോ വർഷങ്ങളെടുത്ത് ചെയ്ത വർക്കുകളാണ് അവിടുത്തെ ശ്രദ്ധേയമാക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം, അതിൻ്റെ അകത്ത് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം ക്യാമറ നമ്മൾ എടുത്തില്ല. പക്ഷേ അവിടെ വരുന്ന എല്ലാവരും അതിൻ്റെ അകത്ത് ക്യാമറ ഉപയോഗിക്കുന്നത് കണ്ടു. അങ്ങനെ ആരും സെക്യൂരിറ്റി ഒന്നും തടസ്സപ്പെടുത്തിയില്ല. അസാമാന്യം നമ്മുടെ അതിൻ്റെ അൾത്താരയിലൂടെ കയറി പുറത്തോട്ട് ഇറങ്ങുന്ന രീതിയിലായിരുന്നു ഞങ്ങൾക്ക് ക്യൂ അവർ അറേഞ്ച് ചെയ്തിരുന്നത്. അതിനകത്തായിരുന്നു ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് ക്ലോസിങ്ങിൻ്റെ സമയമായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര തിരക്ക് പിടിച്ച ഒരു സമയമായിരുന്നു. ഇത് ഈ കാണുന്നത് മുഴുവൻ മൈക്കലാഞ്ചലോയുടെ വർക്കുകളാണ്. 1508 തൊട്ട് 1512 വരെയുള്ള 4 വർഷങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ഈ വർക്ക് പൂർത്തിയാക്കിയതെന്നാണ് പറയുന്നത്. മനുഷ്യൻ്റെ സൃഷ്ടിയും മനുഷ്യൻ്റെ ജീവിതയാത്രയും എല്ലാം ഈ വരകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞങ്ങൾ ചെല്ലുന്നതിന് 2 ദിവസം മുമ്പ് ഇവിടെ ഒരു ചരിത്ര സംഭവം കൂടി നടന്നു. അത് മറ്റൊന്നുമല്ല, ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷ് രാജാവും പോപ്പും കൂടെ സിസ്റ്റീൻ ചാപ്പലിൽ വന്ന് പ്രാർത്ഥന നടത്തിയിരുന്നു. അത് ഞങ്ങൾ ചെല്ലുന്നതിന് 2 ദിവസം മുമ്പുള്ള സംഭവമാണ്. ഇവിടുത്തെ കെട്ടിടത്തിൻ്റെ ഉയരം, അത് നമ്മൾ പണ്ട് ഫ്രാൻസിൽ പോയപ്പോഴാണെങ്കിൽ ഇതുപോലെയായിരുന്നു. അവിടുത്തെ നെപ്പോളിയൻ്റെ കൊട്ടാരങ്ങളൊക്കെ ആണെങ്കിലും
ഹൈറ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. പക്ഷേ ഹൈറ്റ് എത്രയാണെന്ന് പറഞ്ഞാലും ആ മേൽക്കൂരയിൽ ചെയ്തിരിക്കുന്ന വർക്കുകൾ നമ്മുടെ പെടലി ഒടിഞ്ഞൊരു പരുവാവും. നമ്മൾ മേലോട്ട് നോക്കി തന്നെയായിരിക്കും നടക്കുന്നത്, നോക്കാതിരിക്കാൻ പറ്റില്ല. അതുകൂട്ട് അസാമാന്യ വർക്കുകളാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് എങ്ങനെ വരച്ച് തീർത്തു നമ്മൾ വിചാരിക്കും, സമ്മതിക്കണം. പക്ഷേ മണിക്കൂറുകൾ എടുത്താൽ പോലും നമുക്ക് ഇതിൻ്റെ ഓരോ ചിത്രവും നമ്മുടെ മനസ്സ് നിറഞ്ഞ് ആസ്വദിക്കാനുള്ള സമയം നമുക്ക് കിട്ടത്തില്ല. കാരണം ഓരോ ചിത്രത്തിലും ചെയ്തു വച്ചിരിക്കുന്ന വർക്കുകൾ, അതിൻ്റെ ഡെപ്ത്ത് നമുക്ക് ചിന്തിക്കുന്നതിലപ്പുറമായിരിക്കും. ഈ വർക്കുകളൊക്കെ അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള പുനർനിർമ്മാണം നടക്കാനിരിക്കുന്ന സമയമാണ് ഇത്. അങ്ങനെ മനോഹരമായ ചിത്രങ്ങളാലും ശില്പകലകളാലും കത്തോലിക്ക വിശ്വാസത്തിൻ്റെ കേന്ദ്രമായി നിലനിൽക്കുന്ന ഈ സിസ്റ്റീൻ ചാപ്പൽ ജനലക്ഷങ്ങളെയാണ് ദിവസവും ഇങ്ങോട്ട് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്.